62 സങ്കീർത്തനം 8 തിരുവചനം. ജനമേ, എന്നും ദൈവത്തിൽ ശരണം വയ്ക്കുവിൻ. അവിടുത്തെ മുൻപിൽ നിങ്ങളുടെ ഹൃദയം തുറക്കുവിൻ. അവിടുന്നാണ് നമ്മുടെ സങ്കേതം. ഈശോയിൽ ഏറ്റവും സ്നേഹമുള്ളവരെ, നല്ലത് നടന്നാലും ഇല്ലെങ്കിലും, ചോദിച്ചൊക്കെ കിട്ടിയാലും കിട്ടിയില്ലെങ്കിലും, സാഹചര്യം അനുകൂലമാണെങ്കിലും അല്ലെങ്കിലും, നമ്മൾ തമ്പുരാൻ്റെ മുമ്പിൽ ഒത്തിരി പ്രാർത്ഥിച്ചതാണ്. ഇതിൽ ഒത്തിരി വിശ്വാസത്തോടെ ചോദിച്ചു, ഒന്നും നടക്കുന്നില്ല, ഒരു കാര്യവും നടക്കുന്നില്ലെങ്കിലും എൻ്റെ നിങ്ങളുടെ ഉള്ളിൽ തമ്പുരാനോടുള്ള വിശ്വാസവും ദൈവത്തോടുള്ള സ്നേഹവും അങ്ങനെ തന്നെ നിൽക്കുന്നുണ്ടോ? അതോ എപ്പോഴെങ്കിലുമൊക്കെ പ്രാർത്ഥിച്ചത് കിട്ടിയില്ല, ഒത്തിരി ആഗ്രഹിച്ചത് നടന്നില്ല, എൻ്റെ പ്രാർത്ഥന വൃഥായി എന്ന് വിചാരിച്ചിട്ട് ആ സ്നേഹത്തിനൊരു കുറവ് വന്നിട്ടുണ്ടോ? ചിലരുണ്ട് നെഞ്ചിലത് സങ്കടം, ചില സത്യങ്ങൾ, നിരപരാധിത്വം ഒന്നും ആരോടും പങ്കുവെക്കാൻ സാധിക്കാതെ വിങ്ങിക്കഴിയുന്നവർ. നെഞ്ചിനുള്ളിൽ വലിയ വേദനകൾ മറ്റുള്ളവരോട് പങ്കുവെച്ച സാഹചര്യം മാറും. ഇപ്പോഴത്തെ ബന്ധങ്ങളിൽ എപ്പോഴെങ്കിലും ഒരു ഉലച്ചിൽ തട്ടാം. ആ സമയത്തൊക്കെ അവഹേളിക്കപ്പെടുകയും തിരസ്കരിക്കപ്പെടുകയും ഒറ്റപ്പെടുകയൊക്കെ ചെയ്യുന്നു വിചാരിച്ച് ഹൃദയം വിങ്ങിക്കഴിയുന്നവർ. ചിലരുണ്ട് മറ്റുള്ളവരോട് വേണ്ടി വന്ന മനസ്സൊന്ന് തുറക്കാം. ദൈവം എത്ര വലിയവനാണ്, അങ്ങനെ ദൈവത്തെ ഭയന്ന് ദൈവത്തോടൊന്നും സംസാരിക്കാത്തവരുമുണ്ട്. എങ്കിൽ എല്ലാം ദൈവത്തോട് പറയും, മറ്റുള്ളവരോടൊന്നും പറയാത്തവരുമുണ്ട്. ദാവീദ് പക്ഷേ എന്നെ നിങ്ങളെ ഓർപ്പിക്കുന്ന സത്യം ഇതാണ്: ആശ്രയം വെക്കുവാൻ ഇതേപോലെ, അല്ലെങ്കിൽ നമ്മുടെ ദൈവത്തെ പോലെ വിശ്വസിക്കാൻ കൊള്ളാവുന്ന വേറെ ആരാ ഉള്ളത്? നമ്മുടെ ദൈവം, നമ്മുടെ ഹൃദയം കാണുന്ന, മറ്റാരും നമ്മളെ കേൾക്കാനില്ലെങ്കിൽ നമ്മളെ കേൾക്കുന്ന, നമ്മുടെ പ്രശ്നങ്ങൾക്ക് പരിഹാരം തരുന്ന, നമ്മുടെ ഓരോ ഹൃദയെടുപ്പ് മനസ്സിലാക്കിയിരിക്കുന്ന, ഇത്രയ്ക്ക് വിശ്വസിക്കാൻ കൊള്ളാവുന്ന വേറെ ഏതാ ദൈവമുള്ളതെന്നാണ് ദാവീദ് ചോദിക്കുന്നത്. ഒരിക്കലും പ്രതികാരം ചെയ്യാത്തവനാണ്. നമ്മുടെ തെറ്റിനോ നമ്മുടെ കുറ്റത്തിനോ അനുസരിച്ച് നമ്മളെ മാറ്റുന്ന, തള്ളുന്ന, കുറ്റപ്പെടുത്തുന്നവല്ല, മറിച്ച് നെഞ്ചോട് ചേർത്ത് വെക്കുന്ന, എപ്പോഴും ആശ്വാസം തരുന്നവൻ. അതുകൊണ്ടാണ് ദാവീദ് ഓർപ്പിക്കുന്ന, നിന്റെ ഹൃദയം കർത്താവിൻ്റെ മുമ്പിൽ തുറക്കാനാണ് പറയുന്നത്. അവൻ പൂർണ്ണമായും ആശ്രയിക്കുക, അവനിൽ വിശ്വാസം വെക്കുക. ജീവിതം എപ്പോഴും നല്ലതായിട്ട് തന്നെ മാറും. നമുക്കതുകൊണ്ട് പ്രാർത്ഥിക്കാം, ഈശോയെ, പലപ്പോഴും എൻ്റെ ജീവിതത്തിലെ എൻ്റെ സങ്കടങ്ങൾ, വിഷമങ്ങൾ ഇങ്ങനെ മനസ്സിൽ ഒതുക്കി പല കാര്യങ്ങളും ആരോടെങ്കിലും പറയണം, ഒന്ന് സംസാരിച്ചാൽ ഫ്രീ ആകുമെന്നുണ്ട്. പക്ഷേ എനിക്ക് മനസ്സ് തുറക്കാൻ, ഹൃദയം തുറക്കാൻ സാധിക്കാതെ വലിയ സങ്കടത്തിലൂടെ ഞാൻ കടന്നു പോയിക്കൊണ്ടിരിക്കുക. ഈശോയെ, മറ്റവരോടും പറയാൻ പോലും കഴിയാതെ എൻ്റെ നെഞ്ചിനകത്തുള്ള വേദനകളൊക്കെ നിൻ്റെ മുമ്പിൽ ഞാൻ തുറന്നു വെക്കുന്നു. നീ എന്നെ ഏറ്റെടുക്കണം. നിൻ്റെ വലിയ സ്നേഹത്താലും നിൻ്റെ കൃപയാലും എന്നെ നിറയ്ക്കണം. ആമേൻ. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ.